ഒരു ചെറിയ മിമിക്രിയും കൂടെ കേൾക്കാം നമ്മൾ ഫിനിഷ് ചെയ്യണത്. ഞാനാണോ അത് ദിലീപേന്റെ സൗണ്ട് എടുക്കുന്നത്, പെരേരയാണോ എന്തായാലും അടുത്തൊരു ജോസ്നെ അല്ലെങ്കിൽ റിമിട്ടോമിയാണ്. കരുനാക്കാണ്ട് മരിക്കും. അപ്പൊ ഞാൻ കാര്യം പറയാം. അപ്പൊ ദിലീപേന്റെ സൗണ്ട് ഞാൻ ചെയ്യാം, അതുപോലെ തന്നെ പെരേര. അതിൽ ആരാണ് കറക്റ്റ് എന്ന് പറയുന്നത്? ചെറിയ മിമിക്രി പെട്ടെന്ന് നിർത്തും കേട്ടോ. മിമിക്രി ചെയ്യുന്ന സിനിമയിൽ ഒരു പാട്ട് പാടി തീരട്ടെ മോനെ, മിമിക്രി തീരട്ടെ കേട്ടോ. സൗണ്ട് തോന്നാം. എങ്ങനെയുണ്ട് കുട്ടിക്ക് അറിയോ? നടന്നു നിന്ന് എന്റെ ജെൻപിന് പേര് തെഞ്ഞു. ഉണ്ടപ്പഞ്ഞേണ്ടോ ഞേണ്ടനുണ്ട് വലിയ ഉണ്ട് ഞാൻ ചെമ്പഞ്ഞേണ്ടോ. അപ്പൊ ഈ സൗണ്ട് ഞാൻ എടുത്തു. അപ്പൊ തോമയായിട്ട് നമ്മുടെ പെരേര. അതിൽ തന്നെ ഒരു ചെറിയ പാട്ടുണ്ട്, അതൊരു തോമയായിട്ടുള്ള പാട്ട്. ഒരു മാമുക്കോടെ സൗണ്ട് അതില് സൗണ്ട് ഓഫ് ചിത്രത്തിൽ ഒരു പാട്ട് ചേച്ചി പാടും. ഒരു സൗണ്ട് കുറച്ചോനെ. ഇതാണ് ടെസ്സക്കുട്ടി. മലയാള സിനിമയിൽ ഇനി ഉയരങ്ങളിലേക്ക് നമ്മളെ ദുൽഖർ കൂട്ടന്റെ, അതുപോലെ തന്നെ നമ്മളെ പ്രണവിന്റെ, അതുപോലെ തന്നെ ഓരോരുത്തരെ ഏറ്റവും അവസാനം നമ്മുടെ അഭിലാഷ് ആട്ട എന്ന് പറഞ്ഞ പയ്യന്റെ, അലിൻ ജോസഫിന്റെ ഒക്കെ കൂടെ നായികയായിട്ട് ഇറങ്ങാനുള്ള ഭാഗ്യം കുട്ടിക്ക് ഉണ്ടാവട്ടെ. അതിന് പഠിച്ചോണ്ട് രൂപ. ഇനി എന്റെ മോനായ നിസ്സാർ മാമുക്കോയ ഇപ്പൊ ക്ലീക്ലി നെസ്രെ വിളിക്കുന്ന വളർത്തിൽ 5 വർഷം ചെയ്യാം. തിരിഞ്ഞു നോക്കി പോവിന്നാണ് പഠിച്ചോന്നറിയാം. എന്തായാലും ആ സിനിമയിലും ഈ കുട്ടിക്ക് ഒരു വേഷം കിട്ടാൻ വേണ്ടി പഠിച്ചോണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം. ക്ലൈമാക്സ് ആണെങ്കിൽ ലാസ്റ്റ് പോയി നമ്മൾ ഫുഡ് കഴിക്കുന്ന സീൻ ആണെങ്കിൽ വർഷമാണ്. പിന്നെ വേറെ കാര്യം ഗൾഫിൽ പോവാണ് ഞാൻ പരിപാടി. അവള് വേറെ ഒന്നും പഠിച്ചിട്ടില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. സുരേഷാണ്. കറക്റ്റല്ലേ? കാവ്യ ചേച്ചി നടത്തി. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ചിട്ടുണ്ടോ, അടുത്ത് ഞാൻ പറയുന്ന കാവ്യ അപ്പുറം ഇരിക്കുന്ന ഒരു ഫീലിങ്സ്. ഞാനൊരു സൗണ്ട് ചെയ്യട്ടെ. ടെസ്സല്ലേ അങ്കിളുടെ എല്ലാ സിനിമകളും ടെസ്സക്ക് ഇഷ്ടമാണല്ലേ? എന്തായാലും അങ്കിളുടെ പാട്ടാർമത്തായ സ്പീക്കിങ്ങിലെ ഒരു കുപ്പി കൊടുത്തിട്ട് ചോദിച്ചു വെക്കും. ഇനി ഞാൻ എന്ത് വേണമെങ്കിലും വിളിക്കാം. പൊന്നപ്പാല തക്കപ്പൻ അടിച്ചൊടുക്കണ അവന്റെ കാല്. അയ്യോ എത്ര കാല് അവന്റെ കാല്.